ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. ഡൽഹിയിൽ നാടകീയ നീക്കങ്ങൾ. അറസ്റ്റ് ദില്ലി മദ്യനയ കേസിൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടി. ദില്ലിയിൽ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ ഇഡി സംഘം എത്തിയപ്പോൾ മുതൽ എന്താണ് അടുത്തത് എന്ന് ഉറ്റുനോക്കുകയായിരുന്നു രാജ്യത്തെ മാധ്യമങ്ങൾ. 8 ഇഡി ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് കെജ്രിവാളിന്റെ വീട്ടിലെത്തിയിരുന്നത്. വീടിന് പുറത്ത് വൻ പോലീസ് സന്നാഹത്തെ എത്തിച്ചുകൊണ്ടാണ് ഇഡി എത്തിയത്. കെജ്രിവാളിന് സമൻസ് നൽകാനാണ് എത്തിയതെന്നാണ് ഇഡി സംഘം പറഞ്ഞതെങ്കിലും വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട് പരിശോധിക്കാനുള്ള സെർച്ച് വാറന്റ് ഉണ്ടെന്നും ഇഡി ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ സ്റ്റാഫിനെ അറിയിച്ചിരുന്നു. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഒഴിവാക്കാനായി നിർണായക നീക്കവുമായി കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അടിയന്തരവാദം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇഡി കേസിൽ അറസ്റ്റ് തടയാത്ത ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റ് ഇപ്പോൾ തടയില്ലെന്ന് ഉച്ചയ്ക്ക് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. മണിക്കൂറുകൾക്കകം ഇഡി സംഘം കെജ്രിവാളിന്റെ വീട്ടിലെത്തിയതിനാൽ തന്നെ അറസ്റ്റ് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മന്ത്രി സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള AIP നേതാക്കൾ കെജ്രിവാളിന്റെ വീട്ടിലെത്തിയിരുന്നു. കെജ്രിവാളിന്റെ നിയമസംഘം കൂടിയാലോചന നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നത്.